നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മമതയ്ക്ക് കുരുക്കു മുറുകുന്നു. കൊൽക്കത്ത കൊലപാതകത്തിൽ സുപ്രീം കോടതി സ്വമേധയാ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ രംഗത്തു വന്നു. കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ സുപ്രീം കോടതി സ്വമേധയാ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് അഭിഭാഷകർ രംഗത്ത് വന്നത്. സുപ്രീം കോടതിയിലെ രണ്ട് അഭിഭാഷകരാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് കത്തയച്ചത്. നീതിയുടെ അന്തിമ രക്ഷയ്ക്കായി ജുഡീഷ്യറിയാണ് രാജ്യം ഉറ്റുനോക്കുന്നതെന്ന് അഭിഭാഷകരായ ഉജ്വൽ ഗൌർ, രോഹിത് പാണ്ഡെ എന്നിവർ കത്തുകളിൽ ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും രാജ്യവ്യാപക പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള അഭിഭാഷകരുടെ കത്ത് വന്നത്. സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്ന അടിയന്തര സ്വഭാവവും പ്രാധാന്യവും കണക്കിലെടുത്ത് രാജ്യത്തെ പരമോന്നത നീതിപീഠം വിഷയത്തിൽ ഇടപെടേണ്ട സമയമാണിതെന്നും കത്തിൽ പറയുന്നു. നീതിക്കായുള്ള നിലവിളികൾ ക്രൂരമായി അടിച്ചമർത്തി നിശബ്ദമാക്കപ്പെടുമ്പോൾ അവരുടെ അഭയ കേന്ദ്രങ്ങളാണ് നീതിപീഠങ്ങൾ. ഈ കേസിൽ ഇരയാക്കപ്പെട്ടത് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു യുവ ഡോക്ടറുടെ ജീവിതമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സകല നീതിയും പൂർണ്ണതോതിൽ അവർ അർഹിക്കുന്നുണ്ട്. അവരുടെ മരണം വൃഥാവിലാകരുത്. അത് നമുക്ക് ഉണർന്നു പ്രവർത്തിക്കാൻ പ്രചോദനമാകുമെന്നും കത്തിൽ പറയുന്നുണ്ട്. നിലവിൽ കേസ് CBI അന്വേഷണത്തിന് കൈമാറിയ കൊൽക്കത്ത ഹൈക്കോടതി മമതാ സർക്കാരിനെതിരെ രൂക്ഷമായാണ് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിക്ക് നേരെ അക്രമമുണ്ടായ സംഭവത്തിലും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചിരുന്നു. സർക്കാർ പൂർണ്ണ പരാജയമാണെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. ഇതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ കൂടി വിഷയം എത്തിയാൽ മമതാ സർക്കാരിനെ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കും.